സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ കെവിനുമായിട്ട് എൻ്റെ മോൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസബല്ലയെയും എൻ്റെ മോൻ ഋഷിയെയും കണ്ടിട്ടേ പോകത്തുള്ളൂ. നിങ്ങളെക്കാൾ വലിയ കള്ളന്മാർ ഇവിടെയില്ല. പിന്നെ നിങ്ങൾ എന്നെ വഴിതിരിച്ചു വിടാനായിട്ട് നോക്കുകയാണ്. പുതിയ ശത്രുക്കൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഐസക്കും ഇസബല്ലയും വരുന്നത്. അങ്ങനെ അവരെ കാണുമ്പോൾ തന്നെ ചാടിത്തുള്ളി അരുന്ധതിയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അകത്തേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഐസക് ആണെങ്കിൽ അകത്തേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം അവിടെ അരുന്ധതിയാണെങ്കിൽ ഐസക്കിനെ പോലും വിറപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ നിൽക്കുന്ന കെവിനും ഇസബല്ലയും മാത്രമാണ് എൻ്റെ മകൻ ഋഷിയുടെ തിരോധാനത്തിന് പിന്നിൽ. ഇവർക്കറിയാം അവൻ എവിടെയുണ്ടെന്ന്. ഇത് കേട്ട് ഐസക് പറയുന്നുണ്ട്, അവർക്ക് സത്യത്തിൽ അറിയില്ല മേഡം. വെറുതെ മേഡം ഒരു സീൻ ഉണ്ടാക്കണ്ട. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. നന്ദൻ എവിടെയാണെന്നുള്ള സത്യം അപ്പൊ അറിയാം. അതിന്റെ പുറകിൽ ഋഷി നന്ദന്റെ അടുത്താണെങ്കിൽ അതും അറിയാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ മിണ്ടിപ്പോവരുത്. എല്ലാം കൂടി ചേർന്ന് എൻ്റെ മോന്റെ ജീവിതം ഇല്ലാതെയാക്കി. ഇവൾക്ക് നന്ദനെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ എൻ്റെ മോനെ വെച്ച് കളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇസബല്ലയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ ഋഷിയെ കണ്ടെത്തി തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് നിങ്ങൾക്ക് നേരെ വരുന്ന ആയുധമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് സിദ്ധാർത്ഥനും ദേവികയും ചേർന്ന് മന്ത്രിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. മന്ത്രി സിദ്ധാർത്ഥന്റെ സുഹൃത്തും കൂടിയാണല്ലോ. അയാൾ പറയുകയാണ്, പാർട്ടി കാര്യത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. എപ്പോഴാണ് ഈ കുടുംബ പ്രശ്നമൊന്നും ഇല്ലാതാവുക? സത്യത്തിൽ പാർട്ടിക്ക് തന്നെ അതൊരു അപമാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തകർത്തുകയാണ് ചെയ്യുന്നത്. ഇതുകൂടി കേൾക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം. നന്ദന്റെ മിസ്സിങ്, ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹത്തിനോട് പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആദ്യം കുടുംബകാര്യം ശരിയാക്കിയിട്ട് മതിയായിരുന്നു സിദ്ധാർത്ഥൻ, ദേവിക നിങ്ങൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതിലൊന്നും തന്നെ ദേവികയും സിദ്ധും തളരുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം ദേവികയും സിദ്ധാർത്ഥനും തിരിച്ച് ചന്ദ്രോത്തിലേക്ക് തന്നെ വരികയാണ്. അവിടെയാണെങ്കിൽ പ്രഭാവതിയാണെങ്കിൽ ക്ഷമ നശിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം മന്ത്രി നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, എല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞു എങ്കിലേ ഞാൻ പറയുന്നു, ഇനി എൻ്റെ മോന്റെ കാര്യം നോക്കുന്നത് ഞാനാണ്. ഞാൻ രംഗത്തിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് അപമാനമാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലെന്നൊക്കെ പറയുമ്പോൾ, പ്രഭേ നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മേ, അമ്മൊന്ന് സമാധാനത്തോടെ ഇരിക്കേ. പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കരുതെന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതാണോ നിന്റെ ഉദ്ദേശം? പത്രസമ്മേളനം ആണെങ്കിൽ സിദ്ധുവിന് എന്താ? എനിക്ക് എൻ്റെ മോനെ കണ്ടെത്തണം. മറ്റാർക്കും ഒരു വിഷമവും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ നന്ദൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചനയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി. അതിന് ഇതൊക്കെ തന്നെയാണ് ആവശ്യം. ഞാൻ ഇറങ്ങാൻ പോവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥൻ ദേവിക്കും അവരെ തടയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.